എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്നത്തെ വിഷയവും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ വേണം എന്നതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പൊതുവെ നമ്മുടെ കുടുംബത്തിലേക്ക് ആകുമ്പോൾ നമ്മുടേത് എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതിന് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അവരെ അഭിനന്ദിക്കാനോ അവരുടെ നന്നായി ചെയ്ത പല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് പറയാനൊന്നും ശ്രമിക്കില്ല. പക്ഷേ അയൽപക്കത്താണെങ്കിലോ വേറൊരാളാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ അവരെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കും. ഈ അഭിനന്ദനമൊക്കെ അവിടെ ഒരുപാട് അവരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്നുണ്ട്. അത് ചെയ്യാനുള്ളൊരു പ്രചോദനം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അഭിനന്ദനം ആർക്കും കൊടുക്കാറില്ല പൊതുവേ. ഇപ്പോൾ നമ്മൾ തമ്മിൽ കാണുമ്പോൾ എത്ര പേര് വീട്ടിൽ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്, ശുഭദിനം പറയാറുണ്ട്. അതേ സമയത്ത് നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് അനുമോദനങ്ങളും അവരെ അങ്ങോട്ട് അറിയിക്കും. ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് നൈറ്റ് പറയും, സ്ഥിരമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പലതും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊരിക്കലും നമ്മൾ ഉപചാരങ്ങളൊന്നും ചെയ്യാറില്ല, അഭിവാദ്യമൊന്നും ചെയ്യാറില്ല. അത് നമ്മുടേതല്ലേ, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ ചിന്ത. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ചെയ്യുന്ന പല പ്രവൃത്തികളും വളരെ നന്നായി ചെയ്യുമ്പോൾ അഭിനന്ദിക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുപോലെ പൊതുവെ നമ്മൾ കേൾക്കാറുള്ളൊരു പരാതിയാണ് ഭാര്യമാരുടെ. പുറമേക്ക് പോയ ആ മനുഷ്യന് എന്ത് നല്ല സ്വഭാവമാണ്, വീട്ടിലെത്തിയാലാണ് തനിസ്വരൂപം. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളൊരിക്കലും ഭാര്യമാരെ അഭിനന്ദിക്കാനോ കുട്ടികളോട് അത്രയും നല്ല രീതിയിൽ പെരുമാറാനൊന്നും ശ്രമിക്കാറില്ല. കാരണം നമ്മുടേതല്ലേ, ആ ഒരു അവകാശത്തോടെ അധികാരത്തോടെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിലൊക്കെ ഒരുപാട് മുറിവുകൾ സൃഷ്ടിക്കും. അവർക്കൊരു ഈഗോ ക്ലാഷ് ചെയ്യാനുള്ള, ഈഗോ ഹർട്ട് ചെയ്യാനുള്ള ഒരവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയത്ത് നമ്മൾ ആ അധികാരം മാറ്റി വെച്ചിട്ട് ആ കുട്ടിയെ മറ്റൊരു വ്യക്തിയായി കണ്ടിട്ട് നല്ല രീതിയിൽ പറയാണ്, അവൻ എങ്ങനെയാണോ പല പൊട്ടിത്തെറിക്കേണ്ട കാര്യങ്ങളായിരിക്കാം, പക്ഷെ പൊട്ടിത്തെറിക്കാതെ മനസംയമനം പാലിച്ച് അവരോട് നമ്മൾ സംസാരിക്കുകയാണ്. എന്ത് പറ്റി, ഇങ്ങനെയാണോ, അതെയോ, ശരി, നമുക്കിങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്യാൻ നന്നായിരിക്കും എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മുന്നോട്ടുള്ള അവരുടെ ജീവിതം കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഈ കാര്യം പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഒരു ദിവസം, ഒരു കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ പൂനെയിലായിരുന്നു. അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ വയർക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ വളരെ കൂളായിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരൊക്കെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാ, ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച എങ്കിൽ ലീവാണ്. ആ ലീവുള്ള ദിവസം ശനിയാഴ്ച വൈകിട്ട് ഒരു ബീറടിച്ച് കിടന്നാൽ അടിപൊളി, വേർപ്പം മാറും, ചൂടൊക്കെ ഓക്കെ ആവും, അങ്ങനെ ചെയ്തോളൂ പറഞ്ഞു. പക്ഷെ ഞാൻ ആ കാര്യം നാട്ടിലുള്ള അച്ഛനോട് എഴുതി ചോദിച്ചു, അച്ഛാ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മദ്യമായതുകൊണ്ട് എനിക്കൊരു പ്രശ്നം, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ, ഡോക്ടർ എന്നോട് ബീറടിക്കാൻ പറഞ്ഞു, ആ ബീറിനെ നീ മദ്യമായി കാണുകയാണെങ്കിൽ അത് കഴിക്കാതിരിക്കും നല്ലത്, പക്ഷെ അതിനെ മരുന്നായി കാണുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഡിസിഷൻ ഈസ് യുവേഴ്സ്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. ഒരുപക്ഷെ അധ്യാപകനായതുകൊണ്ടായിരിക്കാം അത്രയും തുറന്ന് ചിന്തിച്ചത്. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കാൻ എനിക്ക് തോന്നാൻ കാരണം, ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം, നല്ലൊരു റിലേഷൻ കീപ്പപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ള ധൈര്യം വന്നതും അച്ഛൻ അങ്ങനെ എന്നോട് പറഞ്ഞതും. അച്ഛനെ പേടിപ്പിക്കാമായിരുന്നു, കുടിച്ചു പോരുത്, കുടിച്ചാൽ നിന്നെ അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛൻ എന്നോട് എന്തു പറഞ്ഞു, നിനക്കത് മരുന്നായി തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം, മദ്യമായി തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വിട്ടു, ഡിസിഷനെ എൻ്റെ പുറത്ത് വിട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, മദ്യം കഴിച്ചിട്ട് എനിക്ക് ഒരിക്കലും ശരിയാവേണ്ട ആവശ്യമില്ല. മദ്യം എനിക്ക് അന്നേ വെറുപ്പായിരുന്നു. ഇന്നും ഞങ്ങളെ കുടുംബത്തിൽ തൊട്ട് ആരും മദ്യപിക്കാറില്ല. അപ്പോൾ അങ്ങനെ വഴി വരാൻ കാരണം ഈ ഒരു സുഹൃത്ത് ബന്ധം കൊണ്ടാണ്, നല്ല പെരുമാറ്റം കൊണ്ടാണ്. അത് നമ്മൾ എല്ലാ
രക്ഷിതാക്കളും അത് കണ്ടെത്തി അതുപോലെ പെരുമാറിയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നല്ല കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. തീർച്ചയായും അത് നിങ്ങളുടെ കുടുംബത്തിന് നല്ല കാര്യം ഉണ്ടാക്കും. മക്കളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അവരെ പേടിപ്പിക്കുകയല്ല, അവരും മറ്റുള്ള വ്യക്തിയാണെന്ന് കണക്കാക്കി അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും നമ്മുടെ മനസ്സിൽ വരുന്ന വിഷമങ്ങളൊക്കെ അടക്കി വെച്ചിട്ട് അവരോട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവും. മക്കളൊന്നും മോശമായ രീതിയിൽ പോവില്ല. ഇനി ഇതിനെ സംബന്ധിച്ച് ഇനിയും കുറച്ച് പറയാനുണ്ട്. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.